റീമാഷ തുടങ്ങല്ലേ? തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പോൾ നമ്മൾ അത്തലാഖ് മറത്താൻ എന്ന് ഉള്ള ആയത്തിന്റെ തഫ്സീറിലൂടെ പോവുകയാണ്. ഇതിൽ റഷീദ് അല്പം വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതാനും പേജുകൾ കൂടി അതിന്റെ വിശദാംശങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ മൂന്നോട്ടം പറഞ്ഞ ഒന്നാണോ, ഒരു വട്ടം തന്നെ മൂന്ന് പറഞ്ഞാൽ മൂന്നാവുമോ തുടങ്ങി നമ്മുടെ ചർച്ചകളൊക്കെ അതിൽ ഭംഗിയായിട്ട് അദ്ദേഹം തെളിവുകളൊക്കെ നിരത്തി കൊണ്ടുവരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോവാം. فهذا بيان لأصل الشرع في الطلاق جاء على صيغة الخبر لتقريره وتوكيده كقوله والمطلقات يتربصن. അപ്പൊ തലാഖ് മറത്താൻ ഫഇംസാക് ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ എന്നുള്ള പ്രയോഗത്തിൽ വാസ്തവത്തിൽ നിങ്ങൾ 2 പ്രാവശ്യം തലാഖ് ഓരോന്നോരോന്നായിട്ട് ചെയ്യണം എന്ന് കൽപ്പിക്കുന്നതിന് പകരം ഒരു ഖബറിന്റെ രീതിയാണ് കൊണ്ടുവന്നത്. സീഗത്തുൽ ഖബറാണ്. തലാഖ് എന്നാൽ 2 മറത്താണ് ഉള്ളത് എന്നൊരു പ്രയോഗം. ആ പ്രയോഗത്തിൽ അടങ്ങിയ തഖരീറും തൗക്കീദുമാണ്. അതങ്ങനെ തന്നെയാണ് സ്ഥിരീകരിക്കലും അത് ബലപ്പെടുത്തി പറയലും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഖബറിന്റെ സീഗ, അമ്രിന്റെയോ തലബിന്റെയോ സീഗ ഉപയോഗിക്കാതെ ഖബറിന്റെ സീഗ ഉപയോഗിച്ചത്. അങ്ങനെയാണ്, അതാണ് ഇതിന്റെ രീതി എന്ന രീതി. ഖൗലിഹി തആല വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന. മുമ്പ് മുത്തല്ലഖാത്ത് അടുത്ത ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് സ്വയം കാത്തിരിക്കണം അഥവാ ഇദ്ദ ആചരിക്കണം എന്ന് പറഞ്ഞെടുത്ത് ആചരിക്കണം എന്നുള്ള കൽപ്പന സൂറത്തിന് പകരം ആചരിക്കുന്നവരാകുന്നു എന്നൊക്കെ പറയുന്ന മുളാരി സീഗ ഉപയോഗിച്ച് യതറബ്ബസ്ന ഖബർ തന്നെയാണ്. അഥവാ തലബിന്റെ സീഗ അല്ല, ഖബറാണ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെയാണ് ഇന്ന ഹദ്ദല്ലാഹി അല്ലദീ ഹദ്ദഹു ലിത്തലാഖ് വലം യഖ്റുജ് ബിഹിൽ ഇസ്മത്തു മിൻ ഐദി റിജാൽ ഹുവ മറത്താൻ. അതായത് അല്ലാഹു തആല തലാഖിന് നിശ്ചയിച്ചിട്ടുള്ള ഹദ്ദ്, അതോടൊപ്പം റിജാലിന്റെ കയ്യിൽ നിന്ന് ഈ സ്ത്രീയുടെ സംരക്ഷണം പോയിപ്പോവാത്ത രീതിയിലുള്ള പ്രാവശ്യം അല്ലെങ്കിൽ എണ്ണം എന്ന് പറയുന്നത് തൽഖത്താനി, 2 തലാഖുകളാണ്. മറത്താനി ആയി തൽഖത്താനി, 2 മറത്ത് 2 തൽഖത്ത്. ബിൽ മറത്തൈൻ, ഇവിടെ മറത്താനി എന്നുള്ളത് ഇബാറത്തായി വാചകമായി പറഞ്ഞത് ലീഫി തന്നെ തൽഖത്തൈൻ തകൂനു കുല്ലു മിൻഹുമാ മറത്തൻ തഹില്ലു ബിഹൽ ഇസ്മത്തു സുമ്മ തുബ്റം. ഈ 2 തലാഖിൽ ഓരോന്നും നടക്കുമ്പോൾ ആ സമയത്ത് അയാളുടെ സംരക്ഷണം, ഭർത്താവ് ആണ് അയാൾ എന്നുള്ള ആ ഇസ്മത്ത് പോകും. സുമ്മ തുബ്റം, പിന്നെ ആൾ തിരിച്ചെടുക്കാന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഒരുമിച്ച് കൂടുകയും മുബറമാവുകയും ചെയ്യും. അപ്പോൾ മുഹല്ലാവും പിന്നെ മുബറമാവും. ലാ നഹ്മാ യകൂനാനി ബിലഫ്ലിൻ വാഹിദ്. അതൊരിക്കലും അല്ലാഹു തആല ഒരൊറ്റ ലഫ്ല് കൊണ്ട് 2 കൂടി ആവാം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. 2 തലാഖ് എന്ന് പറഞ്ഞാൽ 2 തലാഖ് ആവില്ല. 3 തലാഖ് എന്ന് പറഞ്ഞാൽ 3 തലാഖ് ആവില്ല. അപ്പോ ഒരു ലഫ്ല് കൊണ്ട് 2 എണ്ണം അത് ഒരുമിച്ച് കഴിക്കുക എന്നുള്ളതല്ല. വലിഹാദ റുവിയ ഇബ്നു അബ്ബാസിൻ അന്നഹു ജഅല കലിമത തലഖ്തു സലാസൻ ഫി മസാബത്തി ഖറഅത്തുൽ ഫാത്തിഹത സലാസൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട് ഈ ഒരു സ്ഥാനത്താണ്. അതായത് ഒരാള് തലഖ്തു സലാസൻ എന്ന് പറഞ്ഞാൽ ഖറഅത്തുൽ ഫാത്തിഹത സലാസൻ എന്ന് പറയുന്ന പോലെ ഒരാൾ ഫാത്തിഹ ഓതിക്കാണ്ട് ഖറഅത്തുൽ ഫാത്തിഹത സലാസൻ എന്ന് പറഞ്ഞാൽ ആവില്ലല്ലോ. ഈ ഫാത്തിഹ ഓതാതെ തന്നെ ഖറഅത്തുൽ ഫാത്തിഹ സലാസൻ പറയുമ്പോൾ ഒറ്റൊന്നും ആയിട്ടില്ല. ഫൈൻ ഖാന സാദിഖൻ ഫത്തലാഖു സഹീഹൻ. തലാഖ് ചൊല്ലി എന്നയാൾ സത്യസന്ധമായും ബോധപൂർവം പറയാനുണ്ടെങ്കിൽ തലാഖ് സഹീഹാണ്. ഇല്ല ഫഹുവ ലഗ്വു മിനൽ ഖൗൽ. ഇല്ലെങ്കിൽ അതൊരു അനാവശ്യമായ വാക്കുമാണ്, അത് ലഗ്വാണ്. വഖാൽ ഇന്ന ഇൻഷാ തലാഖ് സലാസൻ ബിൽ ഖൗൽ ലൈസ ഫീ ഖുദ്റത്തി റജുൽ ഈഖാഹു മറ വാഹിദ. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണം, ഒരു വാക്കുകൊണ്ട് 3 വട്ടം തലാഖ് ഇൻഷാ ചെയ്യാന്നുള്ളത് ലൈസ ഫീ ഖുദ്റത്തി റജുൽ ഈഖാഹു മറ വാഹിദ, അത് ഒരു മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല ഒറ്റ തവണ കൊണ്ട് അത് സംഭവിപ്പിക്കുക എന്നുള്ളത്. 1 = 3 എന്ന് പറഞ്ഞ് 3 ആക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ذلك أن الأمور العملية لا تتكرر بتكرر القول المعبر عنها. ആ കാരണം വെച്ചാൽ അമലിയായിട്ടുള്ള സംഗതികൾ, പ്രവൃത്തി പദത്തിൽ വരേണ്ട സംഗതികൾ പ്രവൃത്തിയിൽ തന്നെ വരണം. അപ്പം 3 തലാഖാണ് 3 വട്ടം 3 അമലായി തലാഖ് വരണം. അഥവാ 2 ആണെങ്കിൽ 2 എന്ന് വേണം. അല്ലാതെ ലാ ബി തകറർ ബി തകററുൽ ഖൗലിൽ മുഅബ്ബർ അൻഹ.
ഈ അമലിനെ കുറിച്ച് പറയുന്ന വാക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അത് ആവർത്തനമായ അമലായി മാറില്ല, ആവർത്തനമായ വാക്കേ ആവുള്ളൂ. ബൽ വലൽ കൗലിയാണ്, കൗലിയായിട്ടുള്ള സംഗതികളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഒന്നിലേറെ ആവില്ല. ഫമൻ ഫസഖൽ അഖ്ദ മറ, ഒരാള് ഈ വിവാഹബന്ധം ഒരിക്കൽ ഫസ്ഖ് ചെയ്താൽ എന്നിട്ട് അബ്ബർ അൻഹാബി കൗലിഹി സലാസൻ, ആ ഒരിക്കൽ ചെയ്യുന്നതിന് അവൻ തന്റെ വാക്കുകൊണ്ട് 3 എന്ന് താബീറും പറഞ്ഞാൽ ബഹുവ കാദിബ്, അവൻ കാദിബാണ്. വലോ സഹ ദാലിക ലസഹ യുഖാലുൽ വാഹിദ് സലാസ, ഇനി അങ്ങനെ അത് ശരിയാകുമായിരുന്നെങ്കിൽ വാഹിദിന് സലാസ എന്ന് പറയുന്നത് ശരിയാകുമായിരുന്നു. വസലാസ വാഹിദ്, സലാസയെ വാഹിദ് എന്ന് പറയുന്നത് ശരിയാകേണ്ടതായിരുന്നു. ഒമൻ സഫഹ നഫ്സഹു വജാഅ ബിഹാദ, ഈ ഒരുത്തന് സ്വയം വിഡ്ഢീകരിച്ച് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്താൽ ഫഖദ് ഖറജ അനി സുന്ന വസ്തഹഖ തഅദീബ്, അവൻ നബിയുടെ സുന്നത്തിൽ നിന്ന് പുറം കടന്നു, അവൻ തഅദീബ് അർഹിക്കുന്നവനായി. തഅദീബ് അവനെ അദബ് പഠിപ്പിക്കണവന്, ശിക്ഷണം ആവശ്യമാണ് അവന് എന്നുള്ളത്. ഫഖദ് റവൻ നസായി മിൻ ഹദീസ് മഹ്മൂദ് ബിൻ ലബീദ് ഖാൽ ഉഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റജുലിൻ തല്ലഖ മറത്തു സലാസ തദീഖാത്തിൻ ജമിയ, റസൂലുള്ളാഹിയോട് ഒരാള് തന്റെ ഭാര്യയെ 3 തവണ തലാഖിന്റെ വർത്താനം ആരോ പറഞ്ഞു. ഫഖാമ ഖൽബാന സുമ്മ ഖാൽ അയുൽ അബ് ബി കിതാബില്ലാഹി വ അന ബൈന അബ്ഹുരിക്കും. അപ്പൊ കോപാന്ധനായിട്ട് എണീച്ച റസൂൽ അന്നേരം ചോദിച്ചത്രേ, ഞാൻ നിങ്ങൾക്കിടയിൽ ഉള്ളപ്പോൾ തന്നെയും നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബിനെ കൊണ്ട് കളിക്കുകയാണോ എന്ന്. അപ്പൊ അള്ളാഹു താല മറത്താനി പറഞ്ഞ മറത്താനി തന്നെയാണ്. ഈ മറത്താനി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ, 2 ടൈംസ്. അപ്പൊ 2 ടൈമായിട്ട് തന്നെ പറഞ്ഞത്. ഹത്താ ഖാമ റജുൽ, അപ്പോ റസൂൽ ഇത്രയും കോപിച്ച് ഇയാളോടെന്ന് കേട്ടപ്പോ കൂട്ടത്തിനൊരു സഹാബി എണീറ്റിട്ട് ചോദിക്കുകയാണ്, പിന്നെ യാ റസൂൽ അല്ലാഹ് അല അഖ്തുലുഹു, അള്ളാഹുന്റെ റസൂലെ കൊല്ലട്ടെയാണോനെ, ഈ മാതിരി പറഞ്ഞ ആളെ കൊല്ലട്ടെയാണ്. ഖാല ഇബ്നു കസീർ ഇസ്നാദുഹു ജയ്യിദ്, ഈ റിപ്പോർട്ടിന്റെ ഇസ്നാദ് ജയ്യിദാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഹാഫിദ് ബിൻ ഹജർ ഫി ബുലൂഗുൽ മറാം റുവാത്തുഹു മുവസ്സഖൂൻ, ബുലൂഗുൽ മറാമിൽ ഹാഫിദ് പറയുന്നത് അതിന്റെ റാവിമാരൊക്കെ മുവസ്സഖീങ്ങളാണ്. വഖദ് സറഹ ജമാഹിറുൽ ഉലമാ വമിൻഹും അൽ ഹനഫിയ്യ, ഇനി ഹനഫി മദ്ഹബുകാരടക്കമുള്ള ഉലമാക്കളുടെ ജംഹൂർ വ്യക്തമാക്കുന്നത് ബിഅന്ന തലാഖ് ശർഈ ഹുവ മാ കാന മറ ബഅദ മറ, ശർഈ ആയിട്ടുള്ള ശറ അനുവദിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ശറ അംഗീകരിക്കുന്ന രീതിയിലുള്ള തലാഖ് എന്ന് പറഞ്ഞാൽ മാ കാന മറ ബഅദ മറ, ഒരു പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ട് അടുത്ത പ്രാവശ്യം തലാഖ് എന്നായത് എടുക്കേണ്ടി വരുമ്പോൾ മറ്റേ മറത്തിന് നടക്കുക എന്നല്ലാതെ തലാഖ് സ്വദേശം 3ഉം 4ഉം ആക്കാൻ കഴിയില്ല. അതേതായാലും ഇല്ല, പറഞ്ഞ് 2ഓ 3ഓ ആക്കാൻ കഴിയില്ല. അതൊരാൾ 2എണ്ണോ 3എണ്ണോ ഒരുമിച്ച് കൂട്ടി പറഞ്ഞാൽ അതൊരു നവീന ആചാരമാണ്, അത് ഹറാമാണ്. ഇനി ദബ്ബൂസി ഫിൽ അസ്റാർ وهذا قول عمر وعثمان وعلي وعبد الله بن مسعود وعبد الله بن عباس وعبد الله بن عمر وعمران بن حسين وابي موسى الاشعري وابي الدرداء وحذيفه وهم عالم الصحابه رضي الله عنهم. ഈ പറയപ്പെട്ട ആൾക്കാരൊക്കെ പേര് പറഞ്ഞിട്ട് ഉമർ, ഉസ്മാൻ, അലി ബിൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ ഉമർ, ഇമ്രാൻ, അബൂ മൂസ അശ്അരി, അബൂ ദർദാ, ഇവരുടെ എല്ലാ അഭിപ്രായം ഇത് തന്നെയാണ് എന്ന് അബൂ ജയ്ദ് ദബ്ബൂസി ശിക്കായത്ത് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറ, സഹാബികളിൽ ഏറ്റവും ഇൽമുള്ള വലിയ മനുഷ്യന്മാരാണ് ഈ പറഞ്ഞവരൊക്കെ, അവരൊക്കെ മനസ്സിലാക്കിയ രീതി ഇങ്ങനെയാണ്. ഖാല ഹദാ ഹുവ തലാഖുൽ മശ്റൂ ഫി കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബില് ശറഇന്റെ അംഗീകാരം കിട്ടിയ നിയമവിധേയമായിട്ടുള്ള തലാഖ് ഈ പറഞ്ഞ രൂപത്തിലാണ്. വഹുവ തലാഖുർ റജ്ഇയ്യു അലാ ഹാദിഹി സിഫ, ഈ പറഞ്ഞ സിഫത്ത് അനുസരിച്ച് ഇത് റജ്ഇയ്യ തലാഖാണ്. അഥവാ പുരുഷനും സ്ത്രീയും കൂടി ഒരുമിച്ച് ജീവിക്കാൻ കൊണ്ട് തീരുമാനിച്ചാൽ പുരുഷനോടെ തിരിച്ചെടുക്കാം, റജ്ഇയ്യ തലാഖ്. ബിഹാദൽ അദദ്, ഈ എണ്ണപ്രകാരവും ഈ പറഞ്ഞ രൂപത്തിലും നോക്കുമ്പോൾ റജ്ഇയ്യ തലാഖാണ് മറത്താനി. മറത്താനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഓപ്ഷനേ ഉള്ളൂ, ലാസ്റ്റ് ചാൻസേ ഉള്ളൂ. ആ ലാസ്റ്റ് ചാൻസ് പിന്നെ അയാള് എങ്ങനെ ഉപയോഗിക്കണം, ഫൈമ പിന്നെ ഇംസാഖും ബിമഅറൂഫ് തസ്രീഹും ബിഇഹ്സാൻ, 2 ഉള്ള ആളുടെ മുമ്പിൽ ചോയ്സ്, ഒന്ന് നല്ല ആൾക്ക് അവളെയും കൂട്ടി ഒരുമിച്ച് ജീവിക്കുക വീണ്ടും, അല്ലെങ്കിൽ ഏറ്റവും നല്ല ആൾക്ക് മാന്യമായിട്ട് പിരിച്ചയക്കുക. ഈ സംഗതിയുടെ മുമ്പിലുള്ള അവസാനത്തെ ഒരു സന്ദർഭമാണിത്. ഈ 2 കഴിഞ്ഞാൽ പിന്നെ അവസാനം ഈ ഒരു ചോദ്യമാണ്, ഇനി എന്താണ് ഇയാൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവർ 2 കൂടി തീരുമാനിക്കുന്നത്, ഒരുമിച്ച് പോകും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ, എങ്കിൽ ഏറ്റവും നല്ല ആൾക്ക് പിരിയാം. നമുക്ക് തമ്മിൽ തെറ്റേണ്ട കാര്യവും കുടുംബങ്ങളെ തെറ്റേണ്ട കാര്യമൊന്നുമില്ല. ആ രീതിയിലുള്ള വളരെ മാന്യമായിട്ടുള്ള ഒരു പിരിച്ചിലാവാം. അതാണ് തസ്രീഹും ബി ഇഹ്സാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്.
ഇതിലൊരു ഉദാഹരണം സാധാരണ പറയാറുള്ളത്, ഇപ്പോ അസംബ്ലിയിലും പാർലമെന്റിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടൊക്കെ അസംബ്ലിയിൽ വെള്ളിയാഴ്ച പിന്നെ സ്വകാര്യ മെമ്പർമാരുടെ ബില്ലുകൾക്കുള്ള സമയമായിട്ട് കാണാറുണ്ടായിരുന്നു. ഗവൺമെന്റ് ഭാഗത്തുനിന്നുള്ള ബില്ലുകളല്ല, സാധാരണ MLA-മാർക്ക്, പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഉള്ള MLA-മാർക്ക് ബില്ല് അവതരിപ്പിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു ചർച്ച ആവട്ടെ എന്നുള്ളതാണ്. ഈ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ബില്ല് വോട്ടിന് ഇടണോ വേണ്ടേ എന്നുള്ളത് പിന്നെ സ്പീക്കർ ചോദിക്കും. ആരോട്? ബില്ല് അവതരിപ്പിച്ച MLA-യോട് സ്പീക്കർ ചോദിക്കും. അതിനുപയോഗിക്കുന്ന വാക്ക് നിങ്ങളിത് പ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. പ്രസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇത് അവതരിപ്പിച്ച MLA പറയുന്നതെങ്കിൽ അത് വോട്ടിനിടും. ജയിക്കാൻ പിന്നെ മാത്രമുള്ള ഭൂരിപക്ഷം കിട്ടിയാൽ അയാളുടെ ബില്ല് പാസ്സാവും, അല്ലെങ്കിൽ പോവും. അപ്പൊ സാധാരണ പല ആൾക്കാരും എന്തേ ഉള്ളൂ, അവർ പറയും പ്രസ് ചെയ്യുന്നില്ല, ഞാൻ അവസാനിപ്പിക്കണം പറയും. അതായത് ഇതൊരു ചർച്ചയാക്കണം എന്ന് ഉദ്ദേശമുള്ളൂ, വോട്ടിനിട്ട് ജയിക്കൂലേ നോക്കേണ്ട കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ശരിക്കും അല്ലാഹു തആല ഈ 2 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ഈ കക്ഷിയോട് ചോദിക്കുകയാണ്, മൂന്നാമത്തെ തവണ ഉപയോഗിക്കുന്നു, പ്രസ് ചെയ്യുന്നുണ്ടോ, തലാഖ് പ്രസ് ചെയ്യുന്നുണ്ടോ? ആ പ്രസ് ചെയ്യുന്നില്ല, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചോളാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു പുതിയ നിക്കാഹിന്റെ ആവശ്യമില്ലാതെ സാക്ഷികളുടെ സാക്ഷ്യത്തിൽ മാത്രം ഞാൻ അവളെ തിരിച്ചെടുത്തിരിക്കുന്നു പറഞ്ഞ് തിരിച്ചെടുത്ത് വീണ്ടും ഒരുമിച്ച് അവർക്ക് സൗജന്യത്തെ ജീവിക്കാൻ പറ്റും. അത് 1-2 തവണ പറ്റും. മൂന്നാമത്തെ തവണ ഉള്ളത് ബായിനാണ്, ബാത്താണ് എന്ന്. തലാഖുൽ ബാത്തുൽ ബായിൻ ഫലം യരിദ് ഫീ കിതാബില്ലാഹി തആല. മറത്താനിയെ ഖുർആൻ പറഞ്ഞോളൂ. മൂന്നാമത്തെ തലാഖ് എന്നാൽ പിന്നെ അത് ബാത്തും ബായിനാണ്, അതായത് കഷ്ണം 2ആയി മുറിക്കുന്ന രീതിയിലുള്ള അർത്ഥം. ബത്താനാൽ ഖത്താണ്, എന്നാ വേർപെടുന്നത് അല്ലെങ്കിൽ വേർപാടുണ്ടാക്കുന്നത്. അപ്പൊ വേർതിരിക്കുന്ന, 2ആയി മുറിക്കുന്ന ആ ലാസ്റ്റ് തലാഖ് ഫലം യരിദ് ഫീ കിതാബില്ലാഹി തആല. ആ മൂന്നാമത്തെ തലാഖിന്റെ കാര്യം ഖുർആന്റെ പ്രത്യേകിച്ച് നസ് വന്നിട്ടില്ല. തലാഖ് മറത്താനെ പറഞ്ഞു. അപ്പൊ അത് രണ്ടും റജീയാണ്. വൽ ഫുഖഹാ വൽ മുഹദ്ദിസുൻ മുത്തഫിഖൂൻ. ഈ വിഷയത്തിൽ ഫുഖഹാക്കളും മുഹദ്ദിസീങ്ങളും ഏകോപിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അലാന ഹുക്മു തലാഖിൽ ബായിൻ ബിലഫ്ദ് സലാസ് ഔ തക്രാറിൽ ലഫ്ദ് ലാ യുഖൽ മിൻ ഹാദിഹിൽ ആയ വലാ മിൻ ആയത്തിൻ ഉഖ്റാ മിനൽ ഖുർആൻ. പിന്നെ ബായിനായിട്ടുള്ള, തികച്ചും ബന്ധം വേർപ്പെടുന്ന ബായിനായിട്ടുള്ള തലാഖ് ഈ പിന്നെ സലാസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ, ഞാൻ സലാസ് 3 തലാഖ് ചൊല്ലി എന്ന ആ സലാസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ, പിന്നെ അല്ലെങ്കിൽ തലാഖ് എന്നുള്ളത് ഒരാൾ 3 പ്രാവശ്യം തലാഖ് 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെ പദം ആവർത്തിച്ച് പറഞ്ഞാൽ അത് ആവും എന്ന് പറയാൻ ലാ യുഖൽ മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം കിട്ടില്ല, പിടിച്ചെടുക്കാൻ കഴിയില്ല. വലാ മിൻ ആയത്തിൻ ഉഖ്റാ മിനൽ ഖുർആൻ, ഇതെന്നല്ല ഖുർആന്റെ മറ്റൊരു ആയത്തിൽ നിന്നും അത്തരം ഒരു നിഗമനം കണ്ടെത്താൻ ഒരു വകുപ്പില്ല. വലിദാലിക വഖഅ ഫീൽ ഖിലാഫ് മിന സദ്റിൽ അവ്വൽ ഇലൽ ആൻ. അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു നസ്സിന്റെ പിൻബലല്ലാത്ത ഈ കാര്യം, മൂന്നാമത്തത് പിന്നെ 3 കൂടി ഒറ്റ-1 എന്നുള്ള ആൾക്ക് പറഞ്ഞാൽ അതാവും എന്ന രീതിയിലുള്ള സംഗതി ഒരു 6ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും തർക്കമുണ്ട്, ഖിലാഫുണ്ട്. വലം യുൽക്കറിൽ ഖിലാഫ് ബാദിൽ അയിമത്തുൽ അർബഅ നഹജ് മിൻ അത്ബാഹിം ഇല്ലാൻ ബാദിൽ ഹനാബില. ഇതില് ഒരു വിഷയം, 4 ഇമാമിങ്ങളുടെ കാലശേഷം അവരിൽ നിന്ന്, അവരുടെ അനുയായികളിൽ നിന്ന് ഒരാളിൽ നിന്ന്, ഹംബലി മദ്ഹബുകാരായ ചിലരിൽ നിന്നല്ലാതെ ഈ വിഷയത്തിൽ ഖിലാഫ് പറയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ജുംഹൂറുൽ ഉമ്മത്തി അലാ അന്ന മൻ ഖാല ഇംറാഅത്തി അൻതി താലിഖുൻ സലാസൻ തബയ്യന മിൻഹു കമാ ലൗ തല്ലഖഹാ സലാസ മർറാത്തിൻ ഫതലഖഹു ഫിൽ ആയത്തി യുറാദ് ബിഹി മിൻ ഫഹു റജുയി. ഇവിടെ ജുംഹൂറുൽ ഉമ്മത്ത് എന്താന്ന് വെച്ചാൽ, ഒരാൾ തന്റെ ഇംറാഅത്തിനോട് അൻതി താലിഖുൻ സലാസൻ, നീ 3 വട്ടം താലിഖാണ്, താലിഖ് എന്നാൽ തലാഖ് ചൊല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞാൽ, തബയ്യന മിൻഹു, അവൻ തബയ്യനത് മിൻഹു കമാ ലൗ തല്ലഖഹാ സലാസ മർറാത്തിൻ, 3 തവണയായി തലാഖ് ചൊല്ലിയ പോലെ തന്നെ പിന്നെ തബയ്യനത്ത് എന്നായിരിക്കും. തബയ്യനത്ത് മിൻഹു, അവൾ അവനിൽ നിന്ന് വേർപെട്ടു എന്നുള്ള വാദം ജംഹൂറിനുണ്ട്. അപ്പൊ തലാഖ് ബിൽ ആയത്തി യുറാദ് ബിഹി നവം മിൻഹു, ഈ ആയത്തിൽ പറയപ്പെടുന്ന തലാഖ് ഒരു ഐറ്റം മാത്രമാണ്. ആ ഐറ്റം റജഈ എന്ന് പറയുന്ന ഐറ്റമാണ്. ഫമൽ ബാഇൻ ഫലം യുദ്കർ, ആ സമയത്ത് ബാഇനായ ലാസ്റ്റ് തലാഖിന്റെ കാര്യം ഖുർആൻ പറഞ്ഞിട്ടില്ല. വഖദ് അഖദൂഹു മിൻ ഹദീസിൽ മുലാഅന. അങ്ങനെ പിന്നെ ഒരു ഒറ്റ തവണ പറഞ്ഞ് ഇവരെ തമ്മിൽ ബന്ധം പൂർണ്ണമായും പിരിയുന്ന ഒരു സംഭവം ഉണ്ട്
എന്ന് പറയുന്നത് എവിടുന്നാണ് അവർക്ക് എടുക്കാൻ കഴിഞ്ഞു വെച്ചാൽ മുലാനത്തിന്റെ ഹദീസിൽ നിന്നാണ്. എന്താണ് അവിടെ പറയുന്നുണ്ട്, മുലാനത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ കുറിച്ച് ഭർത്താവ് തന്നെ ഈ പിന്നെ ലൈംഗിക ആരോപണം ഉന്നയിക്കുകയും അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദാനത്ത് പറഞ്ഞ് പിരിയുകയും ചെയ്യുന്ന സംഗതിയാണ്. അത് സൂറത്തുൻ നൂറിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ്. ആ മുലാനത്തിന്റെ അതിന്റെ ആധാരമായ ഹദീസോടെ താഴെ പറയുന്നുണ്ട്. അപ്പൊ മുലാനത്തിന് ആണത് എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ആഹർ വിജീബു. അപ്പൊ വേറെ ചില ആൾക്കാരെ അതിന് മറുപടി പറഞ്ഞത് അല്ലെങ്കിൽ മുലാന തഖ്തദി തഫ്രീഖ്, മുലാനത്ത് നടന്നു കഴിഞ്ഞാൽ അവിടെ കൂടി തന്നെ അവർ തമ്മിൽ ബന്ധം പിരിയണം എന്നുള്ളത് ആ മുലാനത്തിന്റെ ഒരു താല്പര്യമാണ്. അപ്പൊ തലാഖ് ബാദഹലാവും, പിന്നെ ഒരു തലാഖിന്റെ ആവശ്യമല്ല, അതൊരു അനാവശ്യമായ വാക്കാണ്. അവർ തമ്മിൽ മുലാനത്തോടു കൂടി തന്നെ ബന്ധം പിരിഞ്ഞു, പിന്നെ തലാഖ് എന്ന സംഗതി അവിടെ വരേണ്ട ആവശ്യം ഇല്ല എന്ന് മറുപടിയും പറഞ്ഞവരുണ്ട്. ഇനി മുലാനത്തിന്റെ ഹദീസ് എന്നാൽ ഉസ്താദ് ഇമാം ഇഷാറത്ത് ചെയ്ത ഹദീസ് എന്താണ്? മറവാഹ് അഹ്മദ് വ ഷെയ്ഖാൻ അൻ സഹ്ൽ ബിൻ സഅദ് അന്ന ഉവൈമിറൻ അൽ ജിലാനി അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉവൈമിറൻ സഹാബി അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് അറഅയ്ത റജുലൻ വജദ മഅ ഇംറഅതിഹി റജുലൻ അയഖ്തുലുഹു ഫതഖ്തുലൂനഹു അം കൈഫ യഫ്അൽ? റസൂലേ, ഒരാളെ, ഒരു അന്യപുരുഷനെ തന്റെ ഭാര്യയോടൊപ്പം ഒരുത്തൻ കാണുകയാണ്, ഭർത്താവ് കാണുകയാണ്, എന്താ ചെയ്യേണ്ടത്? അവനെ കൊല്ലണോ? അവനെ കൊന്നാൽ സ്വാഭാവികമായിട്ട് അവന്റെ കുടുംബക്കാർ അടങ്ങിയിരിക്കില്ല. അപ്പൊ തഖ്തുലൂനഹു, നിങ്ങളെല്ലാം കൂടി ഈ കൊന്നവനെയും കൊല്ലും. അങ്ങനെ വേണോ? അം കൈഫ നഫ്അലു, അതല്ലെങ്കിൽ അവന് എന്താ ചെയ്യേണ്ടത് എന്ന് വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ള അതിന് വഹി ഇറങ്ങിയ ശേഷം മറുപടി പറഞ്ഞു, ഖദ് ഉൻസില ഫീകി വഫി സാഹിബതികി അൻസല ഫീകി വഫി സാഹിബതികി ഖുർആനൻ ഫഅതി ബിഹാ. നിങ്ങൾ ചോദിച്ച വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബിനിയുടെയും കാര്യത്തിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവളെയും കൊണ്ടുപോവാ എന്നോ. അങ്ങനെ ഫതദാഅന, അവരിരുവരും മുലാനത്ത് പരസ്പരം നടത്തി എന്നുള്ളതാണ്. അപ്പോ അതിന് സൂറത്തുൻ നൂറിൽ പറയുന്ന രീതി പിന്നെ ഇദ്ദേഹം പറയുന്നത് കളവാണ്, എന്നെക്കുറിച്ചുള്ള ആരോപണം ശരിയല്ല എന്ന് 3 പ്രാവശ്യം പറയണം. ആ സമയത്ത് നാലാമതായിട്ട് തിരിച്ചാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ലാനത്ത് എനിക്കുണ്ടായിക്കോട്ടെ എന്ന് നാലാമതും പറയണം. അതേ സമയത്ത് ഭർത്താവ് തിരിച്ചു പറയേണ്ടത്, ഞാൻ അവളെ കുറിച്ച് പറഞ്ഞ കാര്യം സത്യമാണ്, ഞാൻ പറഞ്ഞ കളവാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വളബ് എനിക്കുണ്ടായിക്കോട്ടെ എന്ന് അവൻ നാലാമതായി പറയണം. ഇങ്ങനെ 3 വട്ടം ലാനത്തും അവസാനം ഈ ലാനത്തും വളബും നാലാമത്, അതുവരെ സത്യം ആണ് പറഞ്ഞതെന്നുള്ള ആവർത്തനവും. ഈ രീതിയിൽ നടക്കുന്ന പ്രക്രിയയാണ് മുലാന, പരസ്പരം ശപിച്ച് പിരിയുക എന്നുള്ളതാണ് അതിന്റെ ആശയം. അപ്പൊ ഈ മുലാനത്ത് ഉവൈമറും ഭാര്യയും തമ്മിൽ നടക്കുവാനും അന്നാസിന്റെ റസൂലില്ല. ഇവിടെ പിന്നെ സഹൽ ബിൻ സാദ് പറയാണ്, ഞാൻ റസൂലിന്റെ അടുക്കൽ ആ സഹസിൽ അന്നേരം ഉണ്ട്. ഫലമ ഫറവ ഖാല ഉവൈമർ. അങ്ങനെ ഇതിൽ നിന്ന് പിന്നെ ഒഴിഞ്ഞപ്പോൾ, പണി കഴിഞ്ഞ ഈ പറച്ചിൽ കഴിഞ്ഞപ്പോൾ ഉവൈമർ പറയാണ്, ഖദിബ്തു അലൈഹ യാ റസൂലുള്ളാഹ് ഇൻ അംസക്തുഹ. ഞാന് ഇനിയും അവളെ ഒരുമിച്ച് ജീവിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവളെയും കൂട്ടി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ റസൂലെ, ഞാൻ ഈ അവളെ കുറിച്ച് പറഞ്ഞ കള്ളായിരിക്കൂലേ? അവളെ വേറെ തന്റെ കൂടെ കണ്ടു ഞാൻ വെറുതെ പറയല്ലോ. അപ്പൊ ഇനിയും ഞാൻ അവളെയും കൊണ്ട് ജീവിക്കാന്നുണ്ടെങ്കിൽ അത് കദിബാവൂലേ? അതുകൊണ്ട് ഫതല്ലിഖ്ഹാ സലാസൻ ഖബ്ല അൻ യഅ്മുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല ഇബ്നു ശിഹാബ്. അപ്പൊ പിന്നെ റസൂല് കൽപ്പിക്കുന്ന മുമ്പായിട്ട് തന്നെ ഫതല്ലഖഹാ സലാസൻ, അയാള് എന്ത് ചെയ്തു? ഉവൈമർ റളിയല്ലാഹു അൻഹു അവളെ 3 തവണ തലാഖ് ചൊല്ലി എന്നാണ് റിപ്പോർട്ടത്. അപ്പൊ അവിടെ ഒരു 3ന്റെ കഥ വീഴുകയാണ്. 3 തലാഖ് ആ ഒരൊറ്റ ഇരിപ്പില് ഉവൈമർ നടത്തി എന്നുള്ളത് റസൂല് പറഞ്ഞതിന് മുമ്പായിട്ട് തന്നെ ചെയ്തു. ഖാല ഇബ്നു ശിഹാബ് ഫകാനത്ത് സുന്നത്തുൽ മുത്തലാഇനെ. ഇവിടെ ഇബ്നു ശിഹാബ് പറയുന്നത് മുത്തലാഇനീങ്ങളുടെ കാര്യത്തിലുള്ള നടപടിക്രമം സുന്നത്ത് ഇങ്ങനെയാണ്. മുത്തലാഇനീങ്ങളായി ഒരു ഭാര്യയും ഭർത്താവും ഒരു പിന്നെ അതോറിറ്റിക്ക് മുമ്പിൽ ഈ പരസ്പരം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ പിരിയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ രീതി. സുന്നത്തിന് അവർക്കുള്ള രീതി അതാണ്. വഫീൽ അഫ്ളി മുസ്ലിം അഹ്മദ് ഫകാന ഫിറാഖുഹു ഇയാഹ സുന്നത്തൻ ഫിൽ മുത്തലാഇനെ. അപ്പോ ഉവൈമറും അവളും തമ്മിലുണ്ടായ ഫിറാഖ് മുത്തലാഇനീങ്ങളുടെ കാര്യത്തിലെ നടപടിക്രമമായി കലാശിച്ചു എന്നാണ് ഇമാം മുസ്ലിം അഹമ്മദിന്റെ റിവായത്തിൽ വന്നിട്ടുള്ളത്. وفي حديث ابن عمر المتفق عليه أن النبي صلى الله عليه وسلم فرق بينهما. എന്നാൽ ഇദ്ദേഹം 3 തലാഖ് ചൊല്ലി എന്ന രീതിയിലല്ല.
ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുള്ളത് റസൂൽ അവർക്കിടയിൽ തമ്മിൽ തഫ്രീഖത്തുണ്ടാക്കി, അവരെ പിരിച്ചു. ومن هنا ذهب بعض العلماء إلى أن اللعان لا يقتضي التفريق إلا بحكم الحاكم به. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞു, ലിയാൻ നടത്തിയത് കൊണ്ട് മാത്രം അവർ തമ്മിൽ പിരിഞ്ഞോളം വരുന്നില്ല. എന്നാൽ ഹാക്കിമ് തീരുമാനം എടുത്തു, ഞങ്ങൾ പിരിയണം, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല തീരുമാനം എടുത്താൽ അപ്പോൾ ആ തീരുമാനം ഉണ്ടാവുന്നല്ലാതെ മുലാനത്ത് നടത്തിയോണ്ട് മാത്രം അവർ തമ്മിൽ പിരിഞ്ഞോളം ഇല്ലെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസിൽ. ഫജാബൻഹുലീന ഖാലു ഇന്നൽ ലിയാൻ യഖ്തദി തഫ്രീഖ് ബിനഫ്സിഹി. പക്ഷെ ലിയാൻ നടത്തിയാൽ തന്നെ തഫ്രീഖിന്റെ അർത്ഥം അത് തേടുന്നുണ്ട് എന്ന് പറഞ്ഞവർ പറഞ്ഞതോ ബീന തഫ്രീഖഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനഹുമാ ഹുവ ബയാനുൽ ഹുക്മ ഫീ ദാലിക. റസൂൽ അവരെ പിരിച്ചത് ഈ വിഷയത്തിലുള്ള ഹുക്മ വിവരിക്കലാണ്. ഇവർ തമ്മിൽ ഇങ്ങനെ മുലാനത്ത് ഉണ്ടായ സ്ഥിതിക്ക് അതിന്റെ ഹുക്ം ഇന്നതാണ് എന്ന് റസൂൽ പറഞ്ഞു തരികയാണ് ആ തഫ്രീഖ് നടത്തിയതിലൂടെ എന്നാണ് അവരുടെ വാദം. ലാ ഇൻഷാ തഫ്രീഖ്, അല്ല അവർ തഫ്രീഖ് നബി ഉണ്ടാക്കിയേക്കല്ല, തഫ്രീഖ് ഉണ്ടായി കഴിഞ്ഞു. ഇവർ തമ്മിൽ മുലാനത്തായ തന്നെ തഫ്രീഖായി. പിന്നെ ഒരു തഫ്രീഖ് നബി സ്വാഭാവികമായി നബി പറഞ്ഞുണ്ടാക്കിയതല്ല, അവർ തമ്മിൽ മുഫരിഖീങ്ങളായിരുന്നു. പല കുല്ലിമിനൽ ഖൗലൈൻ. ഇനി ഈ പറഞ്ഞതിൽ ഏത് വ്യാഖ്യാന പ്രകാരം ആവട്ടെ, ലാ യുഹ്തജു ബിൽ ഹദീസ് ഫീ ഖൗലി തഫ്രീഖ് സലാസ് ബി തക്റാറിൽ ലഫ്ദ് ഫിൽ മജ്ലിസ്. ഈ ഹദീസ് കൊണ്ട് ഒരൊറ്റ മജ്ലിസിൽ വെച്ച് ഒരാള് തലാഖ് എന്നുള്ളത് ആവർത്തിച്ച് 3 പ്രാവശ്യം പറഞ്ഞാൽ അത് 3 തലാഖായി ഭവിക്കും എന്നുള്ളതിന് തെളിവായി ഹദീസ് പറയാൻ കഴിയില്ല. കമാ ഖാല കമാ ഫി റിവായത്ത് വഹിയ തലാഖ് വഹിയ തലാഖ് വഹിയ തലാഖ്. ഒരു റിവായത്തിൽ അങ്ങനെയുള്ളത്, അവൾ തലാഖാണ് അവൾ തലാഖാണ് അവൾ തലാഖാണ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ പിന്നെ വടക്കേന്ത്യയിലെ മുത്തലാഖ് എന്ന് പറഞ്ഞ പേപ്പറിലൊക്കെ പറഞ്ഞ വിഷയത്തിൽ അവര് തലാഖ് 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 എന്ന് 3 പ്രാവശ്യം പറയലാണ്. ഈ റിവായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഫഹിയ തലാഖ് അല്ല, ഫഹിയ ഒഴിവാക്കിയിട്ട് തലാഖ് 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 എന്ന് 3 പ്രാവശ്യം പറയലാണ്. അതാണ് മുത്തലാഖ് എന്ന് പറയുന്ന വിഷയം. ഫൈനൽ മുത്തബാദിറ മിൻഹു അന്നഹു തഅക്കീദുൻ ബിൽ ലഫ്സ്. അപ്പൊ ഫഹിയ തലാഖ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ അതിന് മനസ്സിലാകുന്ന മുത്തബാദിറ അർത്ഥം, ഏറ്റവും പെട്ടെന്ന് നമുക്ക് കൂടി വരുന്ന മനസ്സിലെത്തുന്ന അർത്ഥം, അത് പദപരമായ തഅക്കീദാണ്. പദപരമായ തഅക്കീദാണ്. ആവർത്തനം എന്ന് പറഞ്ഞാൽ അത് തഅക്കീദാണ്. ഫബിഅയ്യി ആലാ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ഒരേ സൂറത്തിൽ. അപ്പൊ തഅക്കീദാണ്. നിങ്ങൾ ഏത് റബ്ബിനെയാണ് തള്ളി പറയുന്നത് എന്ന വിഷയം തൗക്കീദിനോട് ചോദിക്കുകയാണ്. അപ്പൊ തലാഖിന് 3 അല്ല 30 വട്ടം പറഞ്ഞാലും അത് തൗക്കീദാവുള്ളൂ, അല്ല എണ്ണം സംഭവിക്കുന്നില്ല. വലൗകാന ഹാ തലാഖ മുഖററൻ സാദഹ മഹല്ലൻ ല അൻകറൻ അലൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈഖാഹു ബിദഅയ്യൻ. ഇനി മുഖററായിട്ടുള്ള ഒരു തലാഖ് ആണെന്നെങ്കിൽ അത് ആ സ്ഥാനത്ത് മുസാദിഫായിട്ട് വന്നുവാണെങ്കിൽ നബി അവിടെ എതിർക്കേണ്ടതാണ്. ഈഖാഹു ബിദഅയ്യൻ, ബിദഅയ്യായിട്ട് അത് അങ്ങനെ നടത്തുന്നതിനെ. കമാ അൻകറ അല റജുലിൽ ആഖർ അലൈഹി യഖറ ഫി ഹദീസ് നസായി. അങ്ങനെ ചെയ്ത മറ്റൊരാളുടെ കാര്യത്തിൽ നസായിയുടെ ഹദീസിലുണ്ട് നബി ഇൻകാർ ചെയ്തു, അത് തെറ്റാണ് ചൂണ്ടിക്കാട്ടി എന്ന്. അപ്പൊ അതേപോലെ ഇവിടെയും സംഭവിക്കേണ്ടതായിരുന്നു, നബി അങ്ങനെ അറിഞ്ഞിരുന്നു. വലിയ ജംഹൂർ അഹാദീസ് ഉഖ്റ ലം യദ്കുറു ഉസ്താദ് ഇമാം മിൻ ആദാതിഹിം ലിദുഫിഹാ വൽതിറാബിഹാ. ഇനിയും ചില റിപ്പോർട്ടുകൾ ജംഹൂറിന് പറയാനുണ്ട്. ജംഹൂർ പറഞ്ഞാൽ 3 പ്രാവശ്യം 3 തലാഖാവും 1 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞ ആൾക്കാർ. അങ്ങനെ പറഞ്ഞവർക്കുള്ള തെളിവ് അഷ്ഹറു ഹദീസ് റുക്കാനയുമായി ബന്ധപ്പെട്ട ഹദീസാണ്. റുക്കാന സഹാബിയാണ്. വഹുവ തലഖ ഇംറഅതഹു അൽ-ബത്ത ഫഅഖബറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ വല്ലാഹി മാ അറത് ഇല്ലാ വാഹിദ. റുക്കാന തന്റെ ഇംറഅത്തിനെ, അൽ-ബത്ത പറഞ്ഞാല് ബാത്തത്തായിട്ടുള്ള തലാഖിയല്ലേ, പരിപൂർണ്ണ തലാഖ് 3 ചൊല്ലി എന്നാണ്. എന്നിട്ട് നബിയോട് ഈ വിവരം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു സത്യം, ഞാൻ ഒന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 3 നമുക്കൊരു വികാരത്ത് പറഞ്ഞെങ്കിലും ഒന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് റുക്കാന പറഞ്ഞു. ഫആദിൽ യമീൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദഹ ഹുവ ഫറദ്ദഹ ഇലൈഹി. അപ്പോ ആ യമീൻ ആവർത്തിച്ച് പറയിപ്പിച്ചു, അവളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവന്റെ അടുത്തേക്ക് അവളെ തിരിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. റുക്കാനയുടെ ഭാര്യയെ വീണ്ടും ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം നബി. പിന്നെ കാലം കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖിന്റെ കാലം കഴിഞ്ഞ് ഉമറിന്റെ കാലത്ത് അദ്ദേഹം 2ാമതായിട്ട് അവർ തലാഖ് ചൊല്ലുന്നുണ്ട്. അസാൽ ഹഫി ജമനി ഉസ്മാൻ. പിന്നെയും മുന്നോട്ട് പോയി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് 3ാമത്തെ തലാഖും അദ്ദേഹം നടത്തിയിട്ടുണ്ട്, റുക്കാൻ നടത്തിയിട്ടുണ്ട്. റവാഹു ഷാഫി അബൂ ദാവൂദ വതിർമിദി വഗൈറുഹും. ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. ഖാല തിർമിദി ലാ യുറഫ് ഇല്ലാ മിൻ ഹാദൽ വജ്ഹ്. ഈ ഹദീസ് ഈ ഒരു റിവായത്തിലൂടെ ഉള്ളു അറിയപ്പെടും. മുഹമ്മദ് യാനിൽ ബുഖാരി. ഇതിൽ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹ്മത്തുള്ളാഹിയോട്
ഞാൻ അതേക്കുറിച്ച് ചോദിച്ചു. ഫഖാല ഫിഹിൽ ഇൽത്തിറാബ്. അപ്പൊ ഈ ഹദീസിൽ ഇൽത്തിറാബ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഫഖീല തലഖ സലാസൻ വഖീല വാഹിദ വഖീല അൽബത്ത. 3 വട്ടം തലാഖ് എന്ന് കീലുണ്ട്, ഒന്നാണെന്നുണ്ട്, ബാത്തായിട്ടുള്ള അവസാനത്തെ മുറിക്കുന്ന തലാഖ് എല്ലിന്നും. ഫിസ്നാദി ജുബൈർ ബിൻ സാദിൽ ഹാഷിമി. ഇത് പറഞ്ഞ റിവായത്തിൽ ജുബൈർ ബിൻ സാദിൽ ഹാഷിമി ഉണ്ട്. വഖദ് ലഅഫഹു ഗൈറു വാഹിദ്. അദ്ദേഹത്തെ ഒന്നിലേറെ പേര് ലൈഫായി വിശേഷിപ്പിക്കുന്നുണ്ട്. ലഅഫഹു എന്നാൽ ലൈഫ് ആക്കിയിട്ടുണ്ടെന്ന് മലയാളം പറയരുത്. ലൈഫാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. സഹഹുൽ അൽബാനി എന്നുള്ളതിന് പല മഹാന്മാരും അൽബാനി അതിന് സഹിയാക്കിയിരിക്കുന്നു എന്ന് മലയാളീകരിക്കുന്നവരുണ്ട്. അതൊരു അപക്വമായ വാക്കാണ്. അൽബാനി സഹിയാക്കലല്ല, സഹിയാണെന്ന് അൽബാനി വിലയിരുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അൽബാനി അങ്ങനെ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു ഒക്കെ പറയലാണ്. സഹഹാന സഹിയാക്കി എന്നുള്ള ഒരു മലയാളം മാത്രമേ ഉള്ളൂ എന്നുള്ള വളരെ കുറഞ്ഞ വിവരം കൊണ്ട് അങ്ങനെ പറയുന്നു. സഹഹ ലാഫാന ലൈഫാണെന്ന് വിശേഷിപ്പിച്ചു, ലൈഫാണെന്ന് വിലയിരുത്തി, അതേപോലെ സഹായമുണ്ടാകും. അപ്പൊ പലരും ഈ ജുബൈർ ബിൻ സഅദിനെ ലൈഫായി വിലയിരുത്തുന്നുണ്ട്. വഖാല ഇബ്നു അബ്ദുൽ ബർ ഫി തംഹീദ് തകല്ലമു ഫി ഹാദൽ ഹദീസ്. ഈ ഹദീസിനെ കുറിച്ച് കലാം ഉണ്ടായിട്ടുണ്ട്, പരസ്പരം ആക്ഷേപവും സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തംഹീദിൽ ഇബ്നു അബ്ദുൽ ബറും പറയുന്നു. വഹുവ ലൈഫുൻ വമുൽതറബ് കമാ അന്നഹു മുആറദ് ബിമാ യഅതി. ഈ ഹദീസ് ലൈഫാണ്, മുൽതരിബാണ്, മാത്രമല്ല താഴെ വരാൻ പോകുന്ന ഹദീസുമായിട്ട് വൈരുദ്ധ്യമുള്ള ഹദീസാണ്, കോൺടാക്ട് ചെയ്യുക. റിവായ സലാസൻ ഫിഹി മുആറദ റിവായത്തുൻ ഉഖ്റൈൻ. സലാസൻ 3 പ്രാവശ്യം എന്ന വാക്ക് അത് നേരത്തെ പറഞ്ഞ 2 റിവായത്തിനും മുആറദായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതുകൊണ്ടൊക്കെ ഹദീസിന്റെ ഡീമെറിറ്റ് ആണ് വരുന്നത്. വഹുജ്ജത്തുൽ ലിമൻ ഖാൽ ലാ യഖബിൽ ലഫ്ള് സലാസ് ഇല്ലാ വാഹിദ. അത് 1 എന്നോ 3 എന്ന് പറഞ്ഞാലും 1 ആവുകയുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അനുകൂലമായ തെളിവാണ്. വൈനഹു ഖാല ഫീഹ തലഖ്തുഹ സലാസൻ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹിദ. ഞാൻ 3 വട്ടം അവളെ തലാഖിയില്ലേ എന്ന് അദ്ദേഹം പറയുകയും നബി അത് 1 വട്ടമാക്കി മാത്രം പരിഗണിച്ചെന്ന് പറയുകയും ചെയ്യുമ്പോൾ റിവായാത്തിഹി മുശ്രിക്കുൻ ഇൽസാം. വ്യത്യസ്ത റിപ്പോർട്ട് ഉണ്ടെങ്കിലും ആ ഇൽസാം അതില് പിന്നെ പൊതു ഘടകമായിട്ടുണ്ട്. മിൻ ഹദീസ് ഇബ്നു ഉമർ വാഹിദ് വലാ ഹുജ്ജത ഫീഹി. പിന്നെ ഇദ്ദേഹത്തെ ലൈഫായി ഒന്നിലേറെ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇത് ഹുജ്ജത്തിന് കൊള്ളുന്നതല്ല എന്ന്. ഇനി മുആറദായ ഹദീസ് ഇതിന് ഉണ്ട് കാണുള്ളൂ, ഇതിനെതിരായ ഹദീസും. അത് ഖുർആനിലോട് യോജിക്കുന്നതും ഈ പറഞ്ഞ ഹദീസിന്റെ ആശയത്തോട് മുആറദായിട്ടുള്ള ഹദീസ് ഏതാണ്? മറവ അഹ്മദ് വ മുസ്ലിം മിൻ ഹദീസ് താവൂസ് ബിൻ അബ്ബാസ് ഖാൽ കാന തലാഖ് അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ വസഅദ് മിൻ ഖിലാഫത്തി ഉമർ തലാഖ് സലാസ് വാഹിദ്. ഇത് വ്യക്തമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടായിരുന്ന തലാഖ്. അബൂബക്കർ സിദ്ദീഖും അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ ആദ്യ 2 വർഷവും നിലനിന്നിട്ടുള്ള തലാഖ്. തലാഖ് സലാസ് വാഹിദ. 3 തലാഖ് എന്ന് പറഞ്ഞാൽ അത് ഒന്നാണ് എന്നുള്ളതാണ്. 3 എന്ന് പറഞ്ഞാൽ അത് ഒന്നാണ്. ഫഖാല ഇബ്നുൽ ഖത്താബ് ഇന്നന്നാസ ഖദ് തഅജലു ഫി അംരിൻ കാനത് ലഹും ഫീഹി അനാത്ത്. പിന്നെ തന്റെ ഭരണം 2 കൊല്ലം മുന്നോട്ട് പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്ര ആളുകൾക്ക് സാവകാശമുള്ളൊരു കാര്യം, സാവകാശത്തിൽ തീരുമാനമെടുത്ത് നടപ്പാക്കാവുന്ന ഒരു കാര്യം ജനങ്ങൾ ഇസ്തിജാൽ ചെയ്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ അവർ ധൃതിയിൽ അതാക്കുകയാണ്, പെട്ടെന്ന് അത് സ്പീഡാക്കുകയാണ്. പല അംളൈനാഹു അലൈഹിം. എന്നാൽ അവർക്കൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ ആ സ്പീഡ് നമ്മളോട് അംഗീകരിച്ച് നടപ്പാക്കി കൊടുത്താലോ എന്ന് പറയുകയും അപ്പൊ അള്ളാഹു അലൈഹിം അത് നടപ്പാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ഒരു ശിക്ഷാ നടപടി എന്നുള്ളവർക്ക് ഈ 3 തിരക്കൂട്ടി പറഞ്ഞ ആൾക്കാർക്ക് എന്നാ 3 തന്നെ ഞാൻ മേലിൽ അവളോട് അടുക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഒരു നിയമം പാസ്സായി കൊടുത്തു എന്നുള്ളതാണ്. റിവായത്തിൽ മുസ്ലിം താവൂസ് സഹബ ഖാല ഇബ്നു അബ്ബാസ് ഹാത്തിം ഹനാഫി അലം യകുൻ തലാഖു സലാസ് അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബികുൻ വാഹിദ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ സഹബ ചോദിച്ചുകൊണ്ടാണ്, റസൂലിന്റെ കാലത്ത് തലാഖ് എന്ന് പറഞ്ഞാൽ, അതുപോലെ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് തലാഖ് എന്ന് പറഞ്ഞാൽ ഒന്നായിരുന്നില്ലേ? ഖാല കാന ദാലിക്. ഇദ്ദേഹം പറഞ്ഞ അങ്ങനെ ആയിരുന്നു. ഫലമാ കാന ഫി അഹ്ദി ഉമർ. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നപ്പോൾ തതാബ അന്നാസു ഫി തലാഖ്. തതാബ എന്നാൽ ആൾക്കാര് തുടർച്ചയായി തലാഖ് ഒരു ഏർപ്പാടാക്കി മാറ്റി. ഒരു ലഘുലകാരില്ലാത്ത വിധം തത്താബിയായിട്ട് തലാഖ്. തത്താബ് എന്ന് പറയുമ്പോൾ ഫിഷർ, തെറ്റായ ഒരു കാര്യത്തിൽ ചെന്ന് പറ്റിക്കാം. തമാശുക് വല തവഖുഫ്, ഒരു നിയന്ത്രണവും ഇല്ലാതെ തെറ്റുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് തത്താബ് എന്നുകൊണ്ടുള്ള ആശയം. അജാസഹു അലൈഹി. ഇങ്ങനെ ജനങ്ങൾ ഇത് ഒരു ഏർപ്പാടാക്കി മാറ്റിയപ്പോൾ അദ്ദേഹം നടപ്പാക്കി കൊടുത്തു എന്നാണ്. അത് 3 പറഞ്ഞാൽ 3 തന്നെ ആയി.
പിന്നെ ഒരു മടക്കെടുക്കാനുള്ള അവസരമില്ല, പിന്നെ ഒരു പുനഃചിന്തക്ക് അവസരമില്ല, ആ രീതി നടപ്പാക്കുകയാണ് ഒരു ശിക്ഷണം എന്നുള്ളത്. وفي رواية أبي داود التخريج ما قبل الدخول وهو فرد من أفراد الرواية المطلقة التي هي الصح. فللحديث طريق آخر عند الحاكم وصححه. പിന്നെ قبل الدخول മുമ്പുള്ളത് എന്ന് കൈത് വെച്ചത് അത് ഒരു റിവായത്തിലെ ഫർദാണ്, റിവായത്തിൽ മുത്ലഖ التي هي صحيح. والحديث طريق آخر عند الحاكم وصححه. ഇതിന് വേറെയും സനദ് വന്നിട്ടുണ്ട് ഹാക്കിമിന്റെ അടുക്കൽ, അത് സഹിയായിട്ട് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ഫലം യഖ്ബൽ ജംഹൂർ ഇല അൽ-അഖ്ദ് ബിഅമൽ ഉമർ റളിയല്ലാഹു അൻഹു വമൻ ലം യഹ്തജ ബിഅമൽ സഹാബ ഖാല ഇന്നഹു ലാ ബുദ്ദ ലഹു മിൻ ദലീൽ. അപ്പൊ ജംഹൂറിന്റെ മുമ്പിൽ ആകുള്ളത് ഉമറിന്റെ അമല് തെളിവായിട്ട് പിടിക്കുക എന്നുള്ളതാണ്. സഹാബത്തിന്റെ അമല് തെളിവായി പിടിക്കാത്ത ആൾക്കാർ പറഞ്ഞു ഇതുപോലെ ദലീൽ വേറാണ്. സഹാബികളുടെ അമല് ഒരു ഹുജ്ജത്താണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നില്ലല്ലോ, ഉസൂലും അംഗീകരിക്കുന്നില്ല സഹാബിയുടെ കൗലോ അമലോ ഒന്നും. ഇജ്മാ ഉണ്ടെങ്കിൽ ഇജ്മാ എന്നുള്ള സ്ഥാനയിലുണ്ടാവും എന്നല്ലാതെ സഹാബികൾ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അതൊരു മതപ്രമാണം ആകുന്നില്ല. ഒരാളുടെ ചെയ്തിയും ഒരാളുടെ കൗലും ഒരു ഖുർആൻ പോലെ സുന്നത്ത് പോലെ പ്രമാണമായി അംഗീകരിക്കുന്ന കാര്യമല്ല എന്നുള്ള അവ തെളിവ് വേറെ വേണം. ഖാലഫീൻ ലൗത്താർ നെയിൽ ലൗത്താറിൽ ഷൗക്കാനിയുടെ അതിൽ പറഞ്ഞു പലമൻഹുഖത്ത് വഖാൽ ഖിലാഫി തലാഖി സലാസ് ഇദാ വഖഅത് ഫി വഖ്തിൻ വാഹിദിൻ. ഒരേ സമയത്ത് 3 തലാഖ് സംഭവിച്ചാൽ അത് സംഭവിക്കുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഖിലാഫുണ്ട്. ഹൽ യഖഉ ജമീഉഹ വയത്ബഉ തലാഖു തലാഖ് അം ലാ. അതെല്ലാം കൂടി ഓരോ തലാഖിന് പിന്നാലെ അടുത്തും കൂടി ഇങ്ങനെ പരിഗണിക്കോ, തലാഖ് 1, തലാഖ് 2, തലാഖ് 3, അങ്ങനെ തലാഖിന്റെ പിന്നാലെ തലാഖ് താബിയായിട്ട് പരിഗണിക്കോ. فذهب جمهور التابعين وكثير من الصحابة وأئمة المذاهب الأربعة وطائفة من أهل البيت منهم أمير من علي رضي الله عنه تعالى والناصر والإمام يحيى حكي عنهم في البحر وحكاه أيضا عن بعض الإمامية أن الطلاق يتبع الطلاق. അവരൊക്കെ പറയുന്നത് തലാഖിന് പിന്നാലെ അടുത്ത തലാഖും പരിഗണിക്കപ്പെടും, 1, 2, 3 ഒക്കെ പിന്നാലെ വരും എന്നാണ്. وذهب طائفة من أهل العلم إلى أن الطلاق لا يتبع الطلاق. എന്നാൽ ആലിമീങ്ങൾ മറ്റൊരു ഭാഗം കണ്ടത് ഒരു തലാഖിന്റെ പിന്നാലെ മറ്റേ തലാഖ് കൂടി താബിയായിട്ട് വരില്ല, ഒന്നേ വരുള്ളൂ. ബൽ വാഹിദ ഫഖദ്, ഒന്ന് മാത്രമേ വാഖിയാവൂ. وقد حكى ذلك صاحب البحر عن ابي موسى ورواية عن علي بن عباس وطاووس وعطاء وجابر بن زيد والهادي والقاسم والباقر والناصر واحمد بن عيسى عبد الله بن موسى بن عبد الله ورواية عن زيد بن علي. وليه ذهب جماعة من المتأخرين منه ابن تيمية وابن القاسم وجماعة من المحققين. അപ്പോ പിന്നെ ഒന്ന് മാത്രമാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ സാഹിബുൽ ബഹർ അൻ അബി മൂസ, അബു മൂസയിൽ നിന്ന് റിവായത്ത് ചെയ്യണം, അലിൻ ഇബ്നു അബ്ബാസിനും താവൂസിനും അത്തായിൻ, ഈ പറഞ്ഞ സഹാബികളൊക്കെ ഉണ്ട്. വലിയ ജമാഅത്ത് മുത്തഅഖിരീൻ മിൻഹും ഇബ്നു തൈമിയ്യ അബുൽ ഖാസിം വജമാഅത്ത് മുഹഖഖീൻ വഖദ് നഖലഹു ഇബ്നു ബഗീ في كتاب الوثائق عن محمد بن والله ونقل الفتوى بذلك عن مشايخ الخطبة كمحمد بن باقر ومحمد بن عبد السلام وغيرهما. ونقله المنذر عن أصحاب ابن عباس كعطاء وطاووس وعمرو بن دينار وحكاه ابن مغيب في ذلك الكتاب عن علي رضي الله عنه وابن مسعود وعبد الرحمن بن عوف والزبير. وذهب بعض الإمامية إلى أنه لا قيد بالطلاق المتابع شيء لا واحدة ولا أكثر منها. ഇനി ഇമാമി കക്ഷിക്കാരിൽ ഇങ്ങനെ പറഞ്ഞവരുണ്ട്, അതായത് മുത്തതാബിയായ തലാഖുണ്ട്, ഒന്നും നടക്കൂല, ഒന്നിലേറെ എന്തായിരുന്നാലും പോകില്ല, ഒരു തലാഖിനെ പരിഗണിക്കൂല ഈ ആര് വർത്താനം പറഞ്ഞാൽ. വഖദ് ഹക്ക ദാലികൻ ബാദ് താബിഈൻ വറുബിയാൻ ഇബ്നു ഉലയ്യ വഹിശാം അൽ ഹക്കം വബിഹി ഖാല അബൂ ഉബൈദ بعض أهل الظاهر وصار من يقول إن الطلاق البدعي لا يقع لأن ثلاثة بلفظ واحد والفظ مطبع. ബിദായി തലാഖ് സംഭവിക്കൂല, അത് വാഖി ആവില്ല. കാരണം സലാസ് എന്നുള്ളത് ഒരൊറ്റ ലഫ്ള് കൊണ്ട് അല്ലെങ്കിൽ മുതതാബിയായ ലഫ്ളുകൾ കൊണ്ട് പിന്നെ വരേണ്ട സംഗതിയാണ്. ثم ذكر الشوكاني الأدلة وأرضها لميزان التعادل والترجيح ورجح بقول واحدة. وله أي الشوكاني رسالة خاصة في تفنيد أدلة الجمهور واجبتهم عن الحديث الصحيح. അപ്പൊ ഈ ഷൗക്കാനി ഇവിടെ തെളിവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തആദുൽ തർജീഹിന്റെ മീസാനിൽ, അതായത് ഈ ബലം നോക്കല്, മുൻഗണന ഏതിനാ നോക്കല്, തുല്യം ആണോ എന്നുള്ളതൊക്കെ നോക്കൽ, ഈ തആദുലിന്റെയും തർജീഹിന്റെയും മീസാനിൽ
പിന്നെ ഇത് അദ്ദേഹം അറള് ചെയ്യുന്നുണ്ട്. ആ മീസാന്റെ മുമ്പിൽ അദ്ദേഹം ഇതിനെ കാണിക്കുന്നുണ്ട്. അതിന്റെ വിലയും തൂക്കൊക്കെ അറിയാം. വാഹിദ എന്നിട്ട് ഒന്നാണ് സംഭവിക്കുക, മൂന്നെന്ന് പറഞ്ഞാലും ഒരു തലാഖ് മാത്രമാണ് സംഭവിക്കുക എന്നുള്ള വാദത്തെ അദ്ദേഹം ഈ പരിശോധനകൾക്ക് ശേഷം തർജീഹ് ചെയ്യും, അതിന് മുൻഗണന കൽപ്പിക്കുന്നു. ഇനി ഷൗക്കാനിയുടെ തന്നെ ഒരു റിസാല ഖാസ് ഉണ്ട്, പ്രത്യേക റിസാല ഹദീസ് സഹീഹ്. ഈ വിഷയത്തിൽ സഹിഹുൽ ഹദീസിന്റെ ജംഹൂർ പറഞ്ഞതും അതിന്റെ ജവാബും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ. طالب القيم في اعلام الواقعين اعلام الواقعين ابن القيم പറഞ്ഞു القول في المساله واورد الحديث فيها والدلائل واوضح معنى قوله تعالى الطلاق مرتان بالايات والحديث، وهو ان معناها انه يكون مره بعد مره كما تقدم. قال ما كان مره بعد مره لم يملك المكلف ايقاع مراته كلها جمله واحده كاللعان، يعني بقول لهم المشاكل قليلا. فانه لو قال اشهد بالله 4 شهادات اني من الصادقين كان مره واحده. ഒരാൾ പറയാം 4 വട്ടം ഞാൻ സാക്ഷിത്വം പറയുന്നു, ഞാൻ സത്യമാണ് പറയുന്നത്, ഇനി കള്ളമാണെങ്കിൽ അള്ളാഹുവിന്റെ ലാഹത്ത് ഉണ്ടായിക്കോട്ടെ, 4 വട്ടം ഞാൻ ഷഹാത്ത് പറയുന്നുണ്ടാലും അത് പിന്നെ ഒറ്റൊന്ന് മാത്രമാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ചില ആൾക്കാർ. ഒരാള് സത്യം ചെയ്യുന്ന ഒരു വേദിയിൽ പറയണം, ഇയാളാണ് ഇന്നാളെ കൊന്നത്, അള്ളാഹു സത്യമെന്നും 50 പ്രാവശ്യം പറഞ്ഞു. കാനദാലിക യമീന വാഹിദൻ, അത് ഒരു സത്യാവുള്ളൂ. വലൗഖാൽ മുഖിറു ബിജിന അന ഉഖിറു ബി 4 മറാത്തിൻ ജനയിത്തു അന ഉഖിറു, അവിടെ ഉഖിറുവിന് ശേഷമുള്ള ഹംസ അലിഫും ഒഴിവാക്കുക. അന ഉഖിറു, ഒരാള് ജിന ചെയ്തിട്ട് അത് ഏറ്റു പറയാൻ നിൽക്കുക, ഇഖ്റാർ ചെയ്യാൻ. അയാൾ പറയാൻ ഉഖിറു, ഞാൻ ഇഖ്റാർ ചെയ്യുന്നു, ഏറ്റു പറയുന്നു, 4 മറാത്തിൻ അനി ജനയിത്തു, ഞാൻ ജിന ചെയ്തു 4 പ്രാവശ്യം ഞാൻ ഏറ്റു പറയാണ്. ഇത് പക്ഷേ കാന മറ വാഹിദ, ഒറ്റ മറത്തെ ആവുള്ളൂ. അവൻ യാത്രബിൽ അർബ ലാജലാർക്ക് എല്ലാ ഇഖ്റാറും വാഹിദ്. ഇനി 4ആയി പരിഗണിക്കുന്ന ആൾക്കാർ വന്നാൽ അതൊരു ഇഖ്റാറും വാഹിദ് അല്ലാതെ അതിനാക്കുന്നില്ല, ഒറ്റ തീരുമാനം. ثم ذكر أحاديث واحد أخرى كلام بالاستئذان 3 مرات وغير ذلك. ثم ذكر أن الصحابة كانوا مجمعين على أنه لا يقع بالثلاث مجتمع إلا واحدة. സഹാബികളെല്ലാം ഇജ്മാ ആയിരുന്നു, 3 എന്ന് പറഞ്ഞാലും ഒരുമിച്ച് 3 എന്ന് പറഞ്ഞാലും ഒറ്റൊന്ന് മാത്രമേ വാക്കിയാവുള്ളൂ എന്ന്. ആ ഇസ്ലാമിന്റെ ആദ്യകാലം മുതൽ ഇലാ സലാസിനി ഖിലാഫത്ത് ഉമർ റളിയല്ലാഹു ഭരിക്കുന്ന ഭരണത്തിലെ 3-ാം കൊല്ലം വരെ അതേ നിലപാടാണ്. വനഹാൽ ഇജ്മാ ലം യൻഖുദു ഇജ്മാഅൻ ബാദ, ആ ഇജ്മാനെ തകർക്കാൻ വേറൊരു ഇജ്മാ പിന്നെ ഉണ്ടായിട്ടുണ്ട്. വദക്കറ ബഅദ് മൻ അഫ്താ ബിഹി മിന الصحابة والتابعين وأتباع التابعين وأن الفتوى بذلك تتابعت في كل عصر حتى كان أتباع الأئمة الأربعة من أفتى بذلك. അങ്ങനെ ഈ സംബന്ധമായ ഫത്വ ഓരോ കാലത്തും തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. 4 ഇമാമിങ്ങളുടെയും അത്ബാന്റെ കൂട്ടത്തിൽ നിന്ന് ഇതിനെ പിന്നെ പറയുന്നവരുണ്ട്, ഇത് ഫത്വയായിട്ട് പറയുന്നവരുണ്ട്. അതിൽ താബിഈങ്ങളുടെ അത്ബാ, അവരുടെ പുറക്കാർ, അവര് പറയുന്ന വാക്കാണ് അത്. പിന്നെ എന്താ പറഞ്ഞത്, ഹത്താക്കൻ داود بن علي وآخر أصحابه حكاه أبو المغلس وابن حزم وغيرهم. وأفتى به بعض أصحاب مالك حكاه التلمساني في شرح تاريخ من الحلال قولا لبعض المالكية. وأفتى به بعض الحنفية حكاه أبو بكر الرازي عن محمد بن المقاتل. وأفتى به بعض أصحاب أحمد حكى شيخ الإسلام ابن تيمية قال وكان جد يفتي به أحيانا. ثم ذكر أن الأصرم من أصحاب أحمد سألوا حديث ابن عباس بأي شيء يدفعه، قال بما روي من فتوى ابن عباس بخلافه، رواه في الفتوى روايته. ثم قال إنما ذهب أحمد العمل برواية الصحابي دون غيره إذا اختلف، وذكر ذلك شواهد. ثم بين إجازة عمر الثلاث لما تتبع الناس في الطلاق تأديب لهم على مخالفة ما شرعه الله في الطلاق من كونه يقع المرة بعد المرة ليرجع إلى السنة. وجه ذلك بالنسبة إلى ذلك الوقت
وذكر الرواية في تأييده، ثم بين المصلحة الآن تقليد الرجوع للكتاب وما مرت به السنة في عهد النبي صلى الله عليه وسلم والخليفة الأول فرارا من مفاصل التحليل التي هي من أكبر العار على المسلمين لأنها مخالفة لدينهم وأطال في ذلك. وإنما أطلنا في ذكر الخلاف في هذه المسألة. ഇനി അവസാനം ഏതാണ്ട് ഈ വിഷയത്തിന്റെ ഇത്താലത്തിന് അദ്ദേഹം ന്യായം പറയാം. ഈ വിഷയത്തിൽ ഖിലാഫ് ഇത്ര നീട്ടി പറയാൻ കാരണം അലാ തഹാമിന ഫി തഫ്സീർ, തഫ്സീറിലുള്ള നമ്മളുടെ തഹാമിയാണ്. അത് തഫ്സീർ സ്വന്തമായിട്ട് വായിക്കാനുള്ള സ്വന്തമായിട്ട് ആ തഫ്സീറിലുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പറച്ചിലാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോ അലാ തഹാമിന ഫി തഫ്സീർ ദക്കറുൽ ഖിലാഫ് മാ വജദന മൻദൂഹത്തനാണ്. അപ്പോൾ തഫ്സീറിൽ നമ്മളുടെ തഹാമി അനുസരിച്ച് നമ്മളുടെ ഒരു എന്താ പറയാ ഹിമായത്തിന്റെ സംരക്ഷണത്തിന്റെ രീതി അനുസരിച്ച് ഖിലാഫുള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ മാക്സിമം പറയാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് തഹാമി തഫ്സീർ. തഫ്സീറിലെ തഹാമി അങ്ങനെയാണ്. ഖിലാഫുള്ള ഒരു കാര്യം എത്രത്തോളം പറയാതിരിക്കാൻ പറ്റും എത്രത്തോളം പറയാതിരിക്കുക എന്നുള്ളത്. ലിയാന ബാദുന്നാസ് യസ്തഖിദൂൻ അനൽ മസ്അല ഇജ്മാഇയ്യ, കാരണം പല ആൾക്കാരും ഈ മസലയിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളത്. ഇമാ ദറാ അലൈഹി ജംഹൂർ, ജംഹൂർ അങ്ങനെ പറയാറുള്ളത്. അപ്പോൾ ആൾക്കാരെ ധരിക്കുകയാണ് അത് ശരിയാണോ അല്ല എന്നുള്ളത് പിന്നെ പഠിക്കുന്നില്ല. ഒമാ സമൻ ഇജ്മാഇൻ ഇല്ല മാ ഖാല ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ഇജ്മാ വലൈസൽ മുറാദ് മുജാദറത്തുൽ മുഖല്ലിദീൻ, മുഖല്ലിദീങ്ങളെ മുജാദറ ചെയ്യുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിലല്ല. അത് ഇർജാൽ ഖുലാസ് മുഫ്തീൻ മദാഹിബിഹിം ഫീഹ, അല്ലെങ്കിൽ ഇപ്പം ഉള്ള മദഹബിന് ഖാദിമാരും മുഫ്തീങ്ങളെയും തിരിച്ചും കൊണ്ടുവരിക എന്നുള്ള അത് നടക്കുന്ന കാര്യമില്ല. فإن أكثرهم يطلع على بعض هذه النصوص في كتب الحديث وغيرها ولا يبالي بها لأن العمل عندهم على أقوال كتبهم دون كتاب الله تعالى وسنة رسوله صلى الله عليه وسلم. وقوله تعالى فإمساك بمعروف وتسريح بإحسان. രണ്ടെണ്ണം കഴിഞ്ഞാൽ ഒന്നുകിൽ മാറൂഫായിട്ട് ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ നല്ലവർക്ക് പിരിച്ചയക്കുക എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അതുമാന മാനാഹു فالواجب عليكم إما إمساك المرأة مع المعاشرة بالمعروف وإما تسريحها بالله الطلاق مع الإحسان إليها بالمعاملة والتمتيع بمال لا يكون به وما سيأتي بيانه قريبا ويستلزم اتقاء الإحانة والإساءة. അപ്പോൾ രണ്ട് കഴിഞ്ഞാൽ പിന്നെ ചോയ്സ് ഉള്ളത് ഇംസാക്കും മാറൂഫ് ഔ തസ്രീഹും ബി ഇഹ്സാൻ, അത്രയേ ഉള്ളൂ. അപ്പോ അതിന്റെ അർത്ഥം മാറൂഫാ നിലക്ക് മാന്യമാ നിലക്ക് മുആശറത്തോടു കൂടി സഹവാസ ജീവിതം ആരംഭിച്ച് മർഅത്തിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഇംസാക്ക് ചെയ്യൽ. അല്ലെങ്കിൽ തസ്രീഹുഹ ആളെ വിട്ടയച്ചു കൊടുക്കുക ബില്ലാഹി തലാഖ്, തലാഖ് അത്രയും നടപ്പാക്കിക്കൊണ്ട്. അതും പക്ഷേ തമ്മിൽ തെറ്റിക്കൊണ്ടാകേണ്ട ആവശ്യമില്ല. മാൽ ഇഹ്സാൻ ഇലൈഹാ ഫിൽ മുആമല വ തംതീ ബിമാലിൻ ലാ യകും ബി, അവൾക്ക് ഇഹ്സാൻ ചെയ്യണം, നല്ല പെരുമാറ്റം കാഴ്ചവെക്കണം. പിന്നെ അവളുടെ സ്റ്റാറ്റസിനും സാമൂഹിക ആവശ്യങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ ഒരു മാല് മത്തായിട്ട് അവർക്ക് കൊടുക്കുകയും വേണം. ബഹുമായ ശൈത്തി ബയാനും ഖരീബൻ, അതിനെ കുറിച്ചുള്ള ബയാൻ പിന്നാലെ വരും. പക്ഷേ അതേപോലെ തന്നെ ഇഹാനത്തും ഇസ്ലാത്തും തടുക്കുക എന്നുള്ളതിന്റെ അനുബന്ധ കാര്യമായിട്ട് വരും. അപ്പോൾ ഒരു വജ്ഹ് ഇംസാക്കുൻ മാഷ്റാബിൻ മാറൂഫ് അങ്ങനെയാണ്. പിന്നെ മറ്റൊരു വജ്ഹോട് പറഞ്ഞു ഇന്നഹു ലൈസ ലിൽ ഹുക്ം ലൈസ ലക്കും ബഅദൽ മറത്തൈൻ ഇല്ലാ അഹദുൽ അംറൈൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ മുമ്പിൽ രണ്ട് മറത്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ചോയ്സേ ഉള്ളൂ, അൽ ഇംസാഖ് ബിൽ മഅറൂഫ് ഔ തസ്രീഹ് ബിൽ ഇഹ്സാൻ. അതേ ഉള്ളൂ. ويعيد حديث أبي الرزين الأسدي عند أبي داود وغيره أنه سأل النبي صلى الله عليه وسلم سمعت الله يقول الطلاق مرتان. പിന്നെ റസൂലിനോട് ചോദിച്ചു എന്നുള്ളതാണ് അബൂ റസീൻ. തലാഖ് രണ്ട് പ്രാവശ്യം പറയേണ്ടല്ലോ, അപ്പൊ അതിന് സാലിസ. അപ്പൊ മൂന്നാമത്തത് എവിടെ? ഖുർആനിൽ ഈ സാലിസത്ത് പറയുന്നില്ലല്ലോ നബിയോട്. ഔ തസ്രീഹ് ബി ഇഹ്സാൻ. അപ്പൊ നബി പറഞ്ഞു തസ്രീഹ് ബി ഇഹ്സാൻ എന്ന് പറയുന്നു. وعلى هذا يكون قوله فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره. അപ്പൊ നല്ലവർക്ക് പിരിച്ചായി പറയുമ്പോൾ പിന്നെ ആ മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ ആ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് അവന് ഹലാലാവില്ല. അവൾ മറ്റൊരാൾ വെളുക്കുന്നത് വരെ മറ്റൊരു ജോജിനെ അവൾ കല്യാണം കഴിക്കണം. സ്വാഭാവികമായി അവർ പിരിഞ്ഞിട്ട് പിന്നെ മറ്റു ഭർത്താക്കന്മാരെ തേടുന്ന കൂട്ടത്തിൽ ഒരു ചോയ്സ് ആദ്യ ഭർത്താവിനുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ആൾ ഇഖ്തിയാർ ചെയ്യുന്ന അർത്ഥമെങ്കിൽ തസ്രീഹാണ് ഉദ്ദേശമെങ്കിൽ അപ്പൊ അത് ബാഹിനായിട്ടുള്ള ഒരു തലാഖാണ് പിന്നെ വരുന്നത്.
എന്നാൽ പിന്നെ അത് അവന് പിന്നെ അവൾ ഹലാലാവുകയുമില്ല. ആ കാര്യങ്ങൾ താഴെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാതെ മറ്റൊരു 4-ാം തലാഖിനുള്ള തെളിവായിട്ട് അവിടെ ആരും ഒന്നും കരുതേണ്ടതില്ല. ലാനഹു ദലീൽ അല തലഖത്തിൻ റാബിയ. ഇനി ബാദാൻ ഫർദല്ലാഹു സുബ്ഹാനഹു വൽ ഇഹ്സാൻ ലാം ഇഖ്താർ തസ്രീഹ്. ഒരാൾ തസ്രീഹാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പിരിച്ച് നല്ലവർക്ക് പിരിഞ്ഞു പോവുക രണ്ടാളെന്നുള്ളതാണ് ചോദിച്ചെങ്കിൽ അവിടെ ഇഹ്സാൻ വേണമെന്ന് അത് പറഞ്ഞു. നല്ല ഇഹ്സാനോട് കൂടിയുള്ള പിരിച്ചിലാണ്. ഹറം അലൈഹി മഹൽ ഷൈഇൻ മിനൽ മർഅത്തി ഫഖാർ. അപ്പൊ സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള ഒന്നും പുരുഷൻ തിന്നാനും എടുക്കാനും പാടില്ല എന്ന് പറഞ്ഞു. വലാ യഹില്ലക്കും അൻ തഅഖുദു മിമ്മാ അതയ്തുമൂഹുന്ന ഷൈഅൻ. അവർക്ക് നിങ്ങൾ നൽകിയതിൽ നിന്ന് ഒന്നും നിങ്ങൾ എടുക്കുന്നത് ഹലാലല്ല എന്ന്. വയദ്ഖുൽ ഫി ദാലിക്, നിങ്ങൾ അവർക്ക് നൽകിയതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ മഹർ പെടും, അല്ലാത്ത പെടും. ഇമാ യുഅ്തി റജുൽ ഇംറാതഹു അലാ സബീൽ തംലീക്. ഒരു പെണ്ണിന് അവളുടെ ഉടമസ്ഥതയിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഏത് സാധനവും ഈ പണിയിൽ പെടും. പണം ഉണ്ടെങ്കിൽ പണവും പെടും. ബൽ യജിബ് അൻ യുമത്തിഅഹ ബിശൈഇൻ മിൻ മാലിഹി. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ തലാഖിന് സമയത്ത് പിന്നെ അവൾക്ക് പക്ഷെ മത്ത അങ്ങോട്ട് കൊടുക്കണം, പുരുഷൻ കൊടുക്കണം. അത് വാജിബാണ്. ജായിദൻ അലാദാലി മത്തിയുഹുന വസരിഹുന. അത് ഇവിടെ പറഞ്ഞു. മത്തിയുഹുന വസരിഹുന സൂറത്തുൽ അഹ്സാബിൽ 28 പറഞ്ഞു. ഖാല ഉസ്താദ് ഇമാം ഇൻ അഖദ റജുലു ശൈഅൻ മിൻ മാലിഹി മുതല്ലഖത്തിഹി മുനാഫിൽ ഇഹ്സാൻ. മുതല്ലഖത്തിന്റെ മാലിൽ നിന്ന് ഒരാൾ എന്തെങ്കിലും അറിയാതെ എടുക്കുക എന്നുള്ളത് ഇഹ്സാൻ അല്ല, അതൊരു നല്ല പരിപാടിയല്ല. ഫലാമുർ ബിൽ ഇഹ്സാൻ യസ്തൽസിമു. എന്നാൽ ഇഹ്സാൻ കൊണ്ടുള്ള കൽപ്പന അതിനെ നിർബന്ധമാക്കുകയും ചെയ്യും. ഇന്നമാ സുറിഹ ബിഹി ലിമജീദ് റഹ്മതിഹി സുബ്ഹാനഹു ബിൻ നിസാ ഫയഫീദുഹു തഹ്ദീറു റിജാൽ അൽ അഖ്ദിയ ബിഹിന്ന വഹൽമു ഹുഖൂഖിഹിന്ന. വഖദ് കുർറ ഹാദൻ നഹ്യു. ഇനി ഇങ്ങനെയുള്ള ഒരു ആവർത്തനം അല്ല, ഇങ്ങനെയുള്ള ഒരു നിരോധനം ആവർത്തിച്ച് പറയും വന്നിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞു വയർത്തുൽ ഇസ്തിബ്ദാല സൗജിൻ മക്കാന സൗജിൻ വആതൈതു മിഹ്ലഹന്ന ഖിൻതാറൻ ഫലാ തഅഖുദു മിൻഹു ഷൈഅൻ. അവരുടെ ഒന്നും നിങ്ങൾ എടുക്കരുത്. അതിനു മുമ്പ് ഒരു ഖിൻതാർ തന്നെ കൊടുത്തിട്ടുണ്ടാവാം. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കണക്ക് പറയരുത്, എടുക്കരുത് എന്നാണ് പറഞ്ഞത്. വമ്മയിലക്കാലത്ത് മഹല്ലു ഹാദിൽ ഹുക്മ ഇദാ കാന സൗജു ഹുവ ഇഖ്താറ ഫിറാഖ മർഅ വറഗബാൻ. ഇത് പക്ഷേ എവിടെയാണെന്ന് വെച്ചാൽ പെണ്ണിനെ പിരിയണം, പെണ്ണുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല തീരുമാനം പുരുഷൻ എടുക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞത്. അമ്മ ഇതാക്കാലത്ത് ഹിറാൻ അത്താലിബ് അലി ഫിറാഖി. എന്നാൽ ഇയാളുമായിട്ട് ഒത്തുപോകില്ല, തനിക്ക് തലാഖ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഇവളാണെങ്കിൽ പിന്നെ അവള് ഇയാളടുത്തേക്ക് വസീലയായിട്ട് അവളുടെ പിണക്കം, ചീത്ത പെരുമാറ്റം ഇതൊക്കെ കാണിക്കാൻ ഇടയുണ്ടെന്ന് ആശങ്കിച്ചാൽ ഞാൻ വളർത്തിയില്ല. അത് എന്തെന്ന് വെച്ചാൽ അവളെ പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും അല്ല, അവളുടെ സ്വഭാവം അല്പം മോശമാണെന്നുള്ളതുകൊണ്ട്, അത് തനിക്ക് ഉറപ്പാണെന്നുള്ളത്. എങ്കിലും തന്നെ ഇത്ലാഖ് ചെയ്യാൻ വേണ്ടി, മോചിപ്പിക്കാൻ വേണ്ടി എന്താണ് സ്വീകരിക്കുന്നത് അത് സ്വീകരിക്കുന്നതിൽ രണ്ടാക്കും കുറ്റമല്ല എന്നാണ്. ഇതിലായിക്കല് ഹസാർ തമ്പ്രാത്തിഹി മാലിഹി. കാരണം തന്റെ സ്വത്തും പോവുക, തന്റെ പെണ്ണും പോവുക, രണ്ടാളും നഷ്ടപ്പെടുക താൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരേ സമയത്ത് എന്നുള്ളത് ശരിയല്ല. ഇതിലായിക്ക കാൽ അള്ളാഹ് പറഞ്ഞു ഇല്ല ജഹാഫ അല്ലാഹുല്ല. അതാകണമെങ്കിൽ ഇവർ രണ്ടുപേരും ആശയിക്കുന്ന അവസ്ഥ വരണം. ഇതേ പോയാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കൂല, ഹുദൂദുള്ള ഇഖാമത്ത് ചെയ്യൂല. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ബാധകമാകും. അല്ലെങ്കിൽ ഹദ്ദ ഹൽ ജൗജൈൻ ഇൻഹിജുൽ മുആശറ അൽ മുവാസലത്തുൽ ഹുഖൂഖ് ആ വിലായത്തുർ റജുൽ. പുരുഷന്റെ വിലായത്തോടു കൂടി ഹക്കുകളിൽ തുല്യത, മുമാസല, മുആശറ ഒക്കെ സ്ത്രീക്കുണ്ട് എന്ന് പറയുന്ന സംഗതികളാണ്. വലാ തുളാറുഹുന്നൽ തുളീഖു അലൈഹിന്ന. ഇവിടെ തളീഖ് ചെയ്യാൻ വേണ്ടി, അവർക്ക് ജീവിതം ഇടുക്കമാക്കാൻ വേണ്ടി അവരെ പീഡിപ്പിക്കരുത്, മുറ് ചെയ്യരുത്. അള്ളാഹുവിന്റെ വിഷയത്തിൽ തന്റെ സൗജിന്റെ കൽപ്പന അള്ളാഹ്ക്ക് എതിരായിട്ട് കണ്ടാൽ തുകഫിറു അതിനെ തള്ളി പറയണം. ഔ തഹൂനു അല്ലെങ്കിൽ പിന്നെ വഞ്ചിക്കണം. അനിൽ ഹദ്ദിൽ മഷ്റൂഫി മുആഹദത്തിൻ നാശി. നാഷിദിനെ പിടികൂടാൻ ഉള്ള മഷ്റൂ ആയിട്ടുള്ള ഹദ്ദിൽ നിന്ന് പുറത്തു പോലാണ് അത് എന്നുള്ള ഭയമാണ്. നാഷിർ അല്ല നാഷീസ് എങ്ങനെ പിടികൂടാന്നുള്ള അതിൻ്റെതായ രീതിയുണ്ട്, അതിനപ്പുറം പോലാണ്. മഹാൻ
سوء العشرة فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به. അള്ളാഹുവിന്റെ ഹദ്ദുകൾ ഇഖാമത്ത് ചെയ്യാൻ ഭയപ്പെടുകയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നതിന് തെറ്റില്ല എന്നുള്ളത്. അൽ ജുനാഹ് വൽ ഇസ്മു, ജുനാഹ് എന്ന് പറഞ്ഞാൽ പാപം എന്നുള്ള. അല്ല ജുനാഹ് അലിഹിമ ഫീമ തോത്തി ഹിയാഹു ലിയഖ്ലാ, കാരണം അവള് അഴിച്ച് അവനെ തന്നെ ഏൽപ്പിക്കുകയാണ് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് ആൾക്ക് കിട്ടുന്നില്ല. കാരണം ഇവളിപ്പോ തലാഖ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഇയാളുകളുടെ ജീവിക്കാൻ കഴിയില്ലാന്ന്. ഈ തലാഖ് ആവശ്യപ്പെട്ട ആവശ്യം അത് ഈ ഉയർന്നല്ലാത്ത നിലക്കാണത് അനനുവദനീയമായിട്ട് മാറുക. ولا جناح عليه فيما يأخذ لأجل ذلك لأنه برضاها واختيارها من غير إكراه منه ولا مضرة. الخوف هنا على ظاهره وهو التوقع المكروه، وفسره بعضهم بالظن وبعضهم بالإثم، فترقى الشيء لا يكون إلا بوجود ما يدل عليه، فإن كان الدليل قطعيا فهو من العلم وإلا فهو من الظن. وقد جعل بعض المفسرين الخطاب الأول للأزواج والثاني للحكام، وجعل بعضهم الخطاب للحكام أولا وآخرا بتناسق الضمائر. ഇവിടെ ഉസ്താദിന്റെ ഒരു കമന്റ്, ഇന്നൽ ഖിതാബ് ഫി മിസ്ലി ഹദാ ലിൽ ഉമ്മ ലിഅന്നഹ മുതകാഫിലത്തുൻ ഫി മസ്സാലിഹ അൽ ആമ്മ. എന്തുകൊണ്ട് ഈ സമുദായത്തിന്റെ ഒരു ഖിതാബ് ഇവിടെ മക്കയിൽ പിന്നെ മദീനയിൽ നിങ്ങൾക്ക് വന്നു? മക്കയിലുള്ള വിഷയം അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഉല്ലംബർ പലരും മരണപ്പെട്ടു പോയിട്ടുള്ളത് ഈ ഒരു മാസത്തിലാണ് എന്നുള്ളത് തന്നെ. ഒരു ലംബ്രി ഹുമുൽ മുത്താലിബുൻ സോറി ഇമാം ഇന്ന ഖിതാബ് ഫി മിസ്ലി ഹദാ ലിൽ ഉമ്മ, ഇവിടെയുള്ള ഖിതാബ് ഉമ്മത്തിനോടാണ്. എന്നഹ മുതകാഫിലത്തുൻ ഫി മസ്സാലിഹി അൽ ആമ്മ, ഇത് ആമായിട്ടുള്ള പൊതുവായിട്ടുള്ള താല്പര്യങ്ങളിൽ നന്മകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആമായിട്ടുള്ള എല്ലാവരോടുള്ള ഖിതാബാണ് ഇവിടെ. നേരത്തെ പറഞ്ഞ് മാറ്റി. ഒരു ലംബ്രിഹുൽ മുത്താലബൂൻ അവലൻ, ഒരു ലംബ്രാണ് അഥവാ കൈകാര്യകർത്താക്കളായ ഭരണാധികാരികളാണ് ഇവിടെ ഈ ഖിതാബ് നടപ്പാക്കേണ്ട ആൾക്കാർ ആദ്യം. ബിൽ ഖിയാം ബിൽ മസാലിഹ്, മസാലിഹ് നടപ്പാക്കേണ്ട ആൾക്കാർ അവർ തന്നെയാണ്. ഇതര ആൾക്കാർ ഈ വിഷയത്തിൽ അവരുടെ റഖീബുകൾ അവർ നടപ്പാക്കുന്നുണ്ടോ ഇല്ലെന്ന് നിരീക്ഷിക്കുന്ന ആളുകൾ മാത്രമാണ്. പിന്നെ ഇല്ലാൻ യഖാഫ അല്ലാ യുഖീമ ഹദൂദല്ലാഹ് എന്നുള്ള അടുത്ത് ഖറ ഹംസ വ യാഖൂബ് യഖാഫ ബിളമ്മിൽ യാ യുഖാഫ എന്ന ഖിറാഅത്താണ് യാഖൂബ് ഹംസ റഹ്മത്തുള്ളാഹി അലൈഹി വന്നത്. ബിളമ്മിൽ ഐ തവഖഉ നാസ് മിൻഹുമാ ദാലിക ളുഹൂരി അമാറാതിഹി വ ആയാതിഹി, ഇവർ ഭയപ്പെടപ്പെടുമ്പോഴല്ലാതെ, എന്നുവെച്ചാൽ ഭയപ്പെടേണ്ട അടയാളങ്ങൾ അവരിൽ നിന്ന് ജനങ്ങൾ കാണുന്ന അവസ്ഥ വന്നാൽ എന്നർത്ഥത്തിലാണ് യുഹാഫ എന്ന ലമ്മായിട്ട് ആ ഖിറാഅത്തിൽ വന്നിട്ടുള്ളത്.